കഴിഞ്ഞ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യനിൽ പ്രാണശക്തിയുടെ മൂവ്മെന്റ് കൊണ്ടാണ് ഈ മാനിഫെസ്റ്റഡ് ആയിട്ട് എക്സിസ്റ്റൻസ് നിലനിന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഉള്ള രീതിയിൽ പറഞ്ഞല്ലോ. അപ്പം മുന്നേ സ്ട്രിങ് തിയറിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പം അതിനകത്തും സ്ട്രിങ്ങിന്റെ ഒരു മൂവ്മെന്റ് എന്നാണ് പറഞ്ഞത്. അതുപോലെ സാർ വേറൊരു കോണ്ടെക്സ്റ്റില് ആദ്യം ശബ്ദം ഒരു വേവ് നേച്ചർ ആയതുകൊണ്ട് ശബ്ദത്തിന് വേവ് നേച്ചർ ആയതുകൊണ്ട് ശബ്ദം എന്ന് പറയുന്നതേ ഉള്ളൂ, പക്ഷെ ആ വേവ് മൂവ്മെന്റ് ആണ് ആദ്യം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഒന്നായിട്ട് തന്നെയാണ് തോന്നുന്നത് പ്രാണന്റെ മൂവ്മെന്റിന്. അപ്പൊ ഇന്ന് ഈ സൗന്ദര്യലഹരിയില് കുറച്ച് വായിച്ചപ്പം അതിനകത്ത് ശക്തി, ശിവശക്തി, ഇതില് ശക്തി എന്ന് പറയുന്നത് ആണ് ഫുൾ മാനിഫെസ്റ്റേഷന്റെ കാരണം ആയിട്ട് പറയുന്നത്. അപ്പൊ ഈ ശിവശക്തി സങ്കല്പത്തിലെ ഈ ശക്തി എന്ന് പറയുന്നത് ഈ പ്രാണന്റെ ഈ മൂവ്മെന്റിനെ ആണോ ഉദ്ദേശിക്കുന്നത്? ശക്തി എന്ന് പറയുന്നത് ആനന്ദ സ്വരൂപം ആണ്. ബോധത്തിൻ്റെ ആനന്ദ സ്വരൂപത്തിലേക്കുള്ള ആവിർഭാവത്തെയാണ് പ്രകൃതി എന്ന് വിളിക്കുന്നത്. ബോധത്തിൻ്റെ തനിപ്പകർപ്പായിട്ടിരിക്കുന്നതാണ് ചിത്ത് എന്ന് വിളിക്കുന്നത്. അപ്പം ചിദാനന്ദ സമ്മിളിതമായിരിക്കുന്ന സത്തിലേക്ക്, അസ്തിത്വത്തിലേക്ക്, എക്സിസ്റ്റൻസിലേക്ക് ബോധം കടന്നു വരുമ്പോൾ അതിനെ ശിവശക്തികൾ എന്ന് വിളിക്കുന്നു. അങ്ങനെയാണ് അതിനെ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. അപ്പം അവിടെ ശക്തി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അനുഭവ സമ്പുഷ്ടമായിരിക്കുന്ന പ്രകൃതിയെ തന്നെയാണ്, പ്രപഞ്ചത്തെ തന്നെയാണ്. പ്രകൃതി എന്ന് വിളിക്കുമ്പോൾ ഗുണപ്രകൃതി എന്നേ ഇവിടെ അർത്ഥമുള്ളൂ, അല്ലാതെ കാറ്റ്, മഴ, സുനാമി ഇതെല്ലാം കൂടെ ചേർന്ന സംഗതിയല്ല. ഗുണപ്രകൃതി, ആ ഗുണപ്രകൃതിയുടെ ധാരാളിത്തം കൊണ്ട് സമ്പുഷ്ടമായിരിക്കുന്ന പ്രപഞ്ചം. അതായത് എന്താണോ എക്സിസ്റ്റ് ചെയ്യുന്നത് അത് ആ എക്സിസ്റ്റ് ചെയ്യുന്നതിലേക്ക് വരുന്നത് ശക്തിയുടെ പ്രഭാവമായിട്ടാണ് പൗരാണികമായിട്ട് സങ്കല്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് മാതൃസഹജമായിരിക്കുന്ന ഒരു സംഗതിയായിട്ട് ജന്മമായിട്ടും മാതാവിൻ്റെ പ്രസവമായിട്ടും ഒക്കെ അതിനെ കാണുന്നു. അതുകൊണ്ട് എല്ലാം ഉത്ഭവിച്ചിരിക്കുന്നത് മാതാക്കളിൽ നിന്നാണല്ലോ. അതുകൊണ്ട് അതിന് സമമായിട്ട് മാതൃസങ്കല്പത്തിലേക്ക് അത് ചേർത്ത് വയ്ക്കുന്നു. മാതൃസങ്കല്പമായിട്ട് സ്ത്രൈണമാണ്, അതായത് ആനന്ദസ്വരൂപമാണ്. അപ്പോൾ ആനന്ദസ്വരൂപമായിരിക്കുന്നതുകൊണ്ട് അതുമായിട്ട് ബന്ധമുണ്ട്. ചിത്തിൽ നിന്ന് അകന്ന് ബോധസ്വരൂപത്തിൽ നിന്ന് അബോധാവസ്ഥയുടെ തുടക്കത്തിലാണ് ആനന്ദം ഉണ്ടാകുന്നത്, ആനന്ദത്തിലേക്ക് വേർതിരിയുന്നത്. എവിടെയാണോ ആനന്ദത്തെ അവഗണിച്ചുകൊണ്ട് മുകളിലേക്ക് കയറുന്നത് അവിടെയാണ് ബോധം ഉണ്ടാകുന്നത്. അനുഭവത്തിനെ പിന്നീടുണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത് ബോധസമ്മിളിതമായിരിക്കുന്ന അനുഭവമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള അനുഭവങ്ങളുടെ ലോകത്തേക്ക് വരുന്നതുകൊണ്ടാണ് മാതൃസഹജമായിട്ട് അതിനെ കാണുന്നത്. അതാണ് ഇവിടെ ശിവശക്തിയായിത്തോ യതി ഭവതി എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. വേവ് ഫോമുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്, വേവ് ഫോം എന്ന് പറയുന്നൊരു ഫോമാണ്, അത് മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോമാണ്. മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന ഭാവമാണ്. ശ്യാമിന് ഒരാളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരു വാക്കിൽ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് ശ്യാമിൽ നിന്നുണ്ടായിരിക്കുന്ന ഒരു വികാരമാണ്. അതോ അതിൽ നിന്നാണോ ശ്യാം ഉണ്ടായത്? ഏതാ? അപ്പം ശക്തി എന്ന് പറയുന്നത് ആനന്ദമാണെങ്കിൽ അതിൽ നിന്നാണ് പ്രകൃതിയും വേവും ഒക്കെ ഉണ്ടാകുന്നത്. പ്രപഞ്ചത്തിൻ്റെ തുടക്കമാണ് വേവ് ഫോം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേവിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഇസ് ദ പ്രൈമോഡിയൽ ആർക്കിടൈപ്പൽ ഫോം എന്നേ അർത്ഥം അവിടെ ഉള്ളൂ. അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതാണ് ശക്തിയും തെറ്റിദ്ധരിക്കുന്നത്. ആ ആദ്യ രൂപത്തെയാണ് സർപ്പാരാധനയിൽ കൂടി പ്രാജ്ഞന്മാർ പണ്ട് ആരാധിച്ചിരുന്നത്. അത് പിന്നീട് എഴഞ്ഞു നിൽക്കുന്ന പാമ്പുകളായി മാറി. കാരണം ഈ ആദ്യ രൂപത്തിൽ കൂടിയാണ് നമ്മൾ ജനിക്കുന്നത്. വേവ് ഫോമിലുള്ള സ്പേംസിൽ കൂടിയാണ് നമ്മുടെ മനുഷ്യരുടെയും എല്ലാ ജീവജാലങ്ങളുടെയും ഉത്ഭവം എന്നുള്ളതും കൂടി കൂട്ടി വായിച്ചോണം. നമ്മളെ കുറിച്ച് മുമ്പ് വിഷ്ണു കൂട്ടി വായിച്ചതുപോലെ കൂട്ടി വായിച്ചോണം. അതാണ് ആദ്യ രൂപം. എന്താണ് എൻ്റെ രൂപം? ആദ്യത്തെ രൂപം
ഇഴഞ്ഞു നടക്കുന്നൊരു രൂപമാണ്. ശരിയാണോ അല്ലയോ? ശരി ശരി. അത്രയേ ഉള്ളൂ.